ഞാൻ സ്മിത. അപ്പൊ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ കടലക്കറിയും പിന്നെ ചിരട്ടപ്പുട്ടായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു കടല എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് കടലയാണ് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അപ്പൊ തലേദിവസം തന്നെ നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരു 8 മണിക്കൂറൊക്കെ നേരം നന്നായിട്ട് കുതിരണം കേട്ടാ. അപ്പൊ നമുക്കിതുണ്ടല്ലോ നേരത്തെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടാ. ഇത്തിരി ചാറോടൊക്കെയാണ് വെക്കുന്നത്. അപ്പൊ അതനുസരിച്ച് കുറച്ച് ഉപ്പ് ഞാൻ മുന്നേ തന്നെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി നല്ല ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടാ. പിന്നെ നമുക്കിതിലേക്ക് 2 കതിരി കറിവേപ്പില. പിന്നെ നമുക്ക് ഈ കടല വേവാനുള്ള വെള്ളം. അപ്പൊ ചാറോട് കൂടി വെക്കുന്ന കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഇതാ കടലയ്ക്ക് മുകളിലായിട്ട് നന്നായിട്ട് വെള്ളം നിന്നോട്ടെ കേട്ടാ. ഇതേപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിതാ തീ കത്തിക്കുന്നുണ്ട്. അപ്പൊ ഫുൾ തീയില് ഒരു വിസിൽ വരണം. അത് കഴിഞ്ഞ് തീ കുറവില് ഒരു 6 വിസിലെങ്കിലും വരണം കേട്ടാ. എങ്കിൽ മാത്രമാണ് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടാ. അപ്പൊ കടല ഇവിടെ നിന്ന് വേവട്ടെ. ഇനി ഇതിലേക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഉണ്ടല്ലോ മഴയുണ്ട് കേട്ടാ. മഴ ഇങ്ങനെ തൂളി നിൽക്കുന്നുണ്ട്. വലിയ ശക്തിയായിട്ട് പെയ്യണില്ല. നല്ല ശക്തിയിൽ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കണോണ്ട് കുഴപ്പമില്ല. നമ്മൾ നിൽക്കുന്നത് ഊഞ്ഞാലിന്റെ അടിയിലാണ്. അപ്പൊ അത് കാരണം നമ്മുടെ മേലേക്ക് വെള്ളം വരില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ശക്തിയിൽ പെയ്യില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിട്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി ഇത് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടാ. ചീനച്ചട്ടി ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടാ. അപ്പൊ ഒരു 4 ടീസ്പൂണിന്റെ അവിടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ വെളിച്ചെണ്ണ ഇതാ നന്നായി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മള് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കേട്ടാ, 2 കറുകപ്പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പു. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പെരുംജീരകം ഇതാ പൊട്ടി തുടങ്ങി. നമ്മുടെ എന്താ പറയാ കറുകപ്പട്ടൊക്കെ ഇതാ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/4 മുറി നാളികേരം ഇട്ടാ. നാളികേരം ഉണ്ടല്ലോ നല്ല ചോക്ക ആവണ്ട കേട്ടാ. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. തീ കൂട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ നാളികേരം ഇട്ടിട്ട്. പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ എന്താന്ന് അറിയില്ല ഭയങ്കര തെറ്റുകൾ വരുന്നുണ്ട്. 2 വീഡിയോയിൽ അടുപ്പിച്ചായിട്ട് തെറ്റുകൾ ആവർത്തിക്കുന്നു. കാരണം പപ്പായയുടെ എന്താ പറയാ പപ്പായയുടെ അല്ല നമ്മുടെ ക്യാരറ്റ് അലുവ ഉണ്ടാക്കണേല് ക്യാരറ്റ് ഒഴിക്കുന്ന സമയത്ത് പപ്പായ ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു തെറ്റ് ആവർത്തിച്ചു. പിന്നെ കഴിഞ്ഞ വീഡിയോയില് ബേ ലീഫ് ഇടാന്ന് പറയണോടത്ത് ഞാൻ 2 കറുകപ്പട്ട ഇടാന്ന് പറയണേ. പക്ഷെ നമ്മള് ബേ ലീഫ് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. ആർക്കും അറിയില്ലേ? അപ്പൊ അങ്ങനെ എന്താന്ന് അറിയില്ല, തെറ്റ് ആവർത്തിക്കുന്നു. നമ്മുടെ കുക്കറിതാ ഒരു വിസിൽ വന്നു. ഞാൻ തീ കുറച്ച് വെക്കാണ് കേട്ടാ. ഇനി 6 വിസിൽ വരണം കേട്ടാ. നാളികേരം ഇട്ടിട്ടതാ 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നോക്കി നമ്മുടെ നാളികേരത്തിന്റെ കളറ് ഇത് ഇങ്ങനെയൊന്നും ആവണുള്ളൂ കേട്ടാ. കാരണം നാളികേരത്തിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സബോള, കനം കുറച്ച് മുറുക്കിയത്. സബോളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടാ. നമ്മുടെ ചീനച്ചട്ടി മൺചീനച്ചട്ടി ആയ കാരണമാണ് ഇങ്ങനെ പുകയണത്. അപ്പൊ എന്താ പറയാ തീ കുറച്ച് വെച്ചാലും ചീനച്ചട്ടി നല്ല ചൂടിലിരിക്കേ. സബോള ഇട്ടിട്ട് നോക്കിയേ. സബോളയുടെ ഒരു കളർ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മാറി വരുന്നുള്ളൂ കണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ. അതാ തീ കുറവിലാണ് ഞാൻ വെക്കണേ. 2 ടീസ്പൂണ് മുളക് പൊടി, അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ മുന്നേ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി കടലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിലും കൂടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിയിലേക്ക് ആ പച്ചക്കുത്ത് പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടതാ അതിന്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് കണ്ട. ചെറുതായിട്ടൊരു കളറൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ 2 തക്കാളി ഇതാ ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ തക്കാളി നന്നായിട്ട് വഴറ്റണ്ട, അന്ന് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാൻ മതി. അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടാ.
തക്കാളിയൊക്കെ ഇട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ വെന്ത് വരെ വേണ്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെ അതേപോലെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടാ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അടിച്ചെടുക്കണം കേട്ടാ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മൂപ്പ് വീണ്ടും കൂടിപ്പോ. ചൂടാറട്ടെ. നമ്മൾ ഇനിയിപ്പതാ പുട്ടാട്ടാ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കായാലും നമുക്കിതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിലായിട്ട് നമ്മൾ ഉണ്ടാക്കണത്. പണ്ടത്തെ പോലെ നമ്മൾ ചിരട്ടല്ല, ഇങ്ങനത്തെ സ്റ്റീലായിട്ട് വരുന്നുണ്ടല്ലോ അതില്. അപ്പൊ നമുക്കിതാ ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടാ. അപ്പൊ നമുക്കിതാ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൂടുവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നല്ല സോഫ്റ്റ് ഒഴിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചിട്ട് ആക്കുക. അപ്പൊ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെ ആയിട്ട് എടുക്കുക. അത് ഓരോ അരിപ്പൊടിയുടെ ഇതേപോലെ ഇരിക്കും ചെയ്യൂട്ടാ. അപ്പൊ കൈ പൊള്ളരുത്. സഹിക്കാവുന്ന ചൂടിലാക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും പുട്ടിന്. നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആക്കി എടുക്കാട്ടെ. ഒരു അരുവത്തുനിന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ ജാറിലിട്ടിട്ട് ഒരു അടി അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സ്പീഡിൽ നമുക്കിങ്ങനെ നന്നായിട്ട് പൊടിച്ച് അങ്ങനെ എടുക്കാൻ പറ്റൂട്ടാ. ഇപ്പൊ ഞാൻ കൈ കൊണ്ടാണ് കാണിക്കണേ. അപ്പൊ നോക്കിയേ, നമ്മളിതാ പുട്ടും പൊടി നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പുട്ടിന്റെ അളവെന്ന് പറഞ്ഞാലേ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോ കണ്ട ഇതേപോലെ ആവണം. ഇതാണ് കേട്ടാ പുട്ടിന്റെ നനവ്, നമുക്കറിയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ചതച്ചത് കേട്ടാ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ നമുക്ക് എല്ലായിടത്തേക്കും ഈ എന്താ പറയാ ഉള്ളിയുടെയൊക്കെ ആ ഒരു വാസന നല്ലതാട്ടാ. പുട്ടുണ്ടാക്കിയിട്ട് ആ ചൂടോടെ എടുക്കുമ്പോ നല്ലൊരു മണം വരും. നന്നായിട്ടൊന്ന് പൊടിയിലേക്കൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ ജീരകം ഉള്ളിയൊക്കെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്പി കൊടുക്കണം കേട്ടാ. അപ്പൊ പുട്ട് പൊടി നമ്മുടെ പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പുട്ടുണ്ടാക്കാൻ ഞാൻ ചെയ്യുന്നത് എന്തിട്ടാണെങ്കിൽ നമ്മുടെ ഒരു കുക്കർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 ഗ്ലാസിന്റെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുക്കർ നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഈ വിസില് നമ്മൾ ഊരി വയ്ക്കുകയാണ് ചെയ്യണേ. അപ്പൊ ഇതിൽ കൂടെ ആവി വരുമ്പോഴാണ് നമ്മള് ഇതില് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാട്ടെ ചെയ്യാ. അപ്പൊ ഇതൊന്ന് തിളച്ച് ആവി വരട്ടെ. അപ്പൊ നോക്കിയേ, നമ്മുടെ കുക്കറിൽ കൂടെ കണ്ട ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കും. നാളികേരൊക്കെ ഇവിടെ ഷായിട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പൊ ഞാൻ ഇത്തിരി കൂടുതൽ നാളികേരം തന്നെ ഇടുന്നുണ്ട്. ഇതിന്റെ മുകളിലും നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടാ. നമ്മുടെ പുട്ടൊക്കെ വെച്ച് നന്നായിട്ട് ആവി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നമുക്കറിയാം പുട്ടൊക്കെ വേറെ അധികം സമയമൊന്നും വേണ്ട. അപ്പൊ നമുക്കിത് എടുക്കാം. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി. ഇനി ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് എല്ലാതും ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടാ. ഇനി നമ്മുടെ പുട്ട് ഒക്കെ വേവണേന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കടലയിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടാ. അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പൊ 2 കാര്യം ഒപ്പം കഴിയും. നമ്മുടെ കടലക്കറി വേവലും കഴിയും, അല്ല മസാല റെഡിയാക്കലും കഴിയും. നമ്മുടെ പുട്ടോട് വേവിച്ചെടുക്കാം. നമ്മുടെ കടല വിസിലൊക്കെ വന്ന് എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ നോക്കിയേ, നമ്മുടെ കടലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതാ ഇങ്ങനെ ഒരു കടല എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോ വേണ്ട വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് ഈ അടുപ്പുമ്മയ്ക്ക് ഇറക്കി വെക്കാം. കാരണം എനിക്ക് ഈ അടുപ്പാണ് ഇത്തിരി വലുതേ. അപ്പൊ ഇത് മേലെ നമുക്ക് തീ കത്തിച്ച് നമുക്കിതാ ഒരു ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി വെച്ചതാ ചട്ടി നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമ്മളിത് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടാ.
ചട്ടി ചൂടായി അതിലേക്ക് നിൽക്കുന്ന ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം കേട്ടാ. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങി. അപ്പൊ തന്നെ നമ്മൾ വെളുത്തുള്ളി, അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അപ്പൊ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള 3 വെളുത്തുള്ളി ഇട്ടതാ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച കുത്തുണ്ടല്ലോ അത് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇട്ടേമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് നോക്കിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൂടെ തന്നെ നമ്മളിതാ കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇതാ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല കേട്ടാ, പൊടിച്ചത് ഗരം മസാല ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒപ്പം നമ്മുടെ അരച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടാ. ഇത് ഉണ്ടല്ലോ ഈ ഒഴിച്ച നമ്മുടെ ഈ മസാല ഒന്ന് തിളക്കട്ടെ കേട്ടാ. നമ്മുടെ പുട്ട് ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ടേ. മസാല ഒഴിച്ചിട്ട് നോക്കിയേ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കടല ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇനി ഈ കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കണ്ട അത്യാവശ്യം അളവിലുള്ളൊരു കറിയാണ്. കാരണം നമുക്ക് പുട്ടിലേക്കാണ് നമ്മളിത് ഉപയോഗിക്കണേ. പുട്ടിലേക്ക് മാത്രല്ല കേട്ടാ, ചോറിലേക്ക് ഉപയോഗിക്കാൻ രസമാണ്. അതേപോലെ ഇഡ്ഡലി, ചപ്പാത്തിലേക്കൊക്കെ പറ്റണ നല്ലൊരു കറിയാണ്. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കടലൊക്കെ ഒഴിച്ചിടാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് തീ കുറവിൽ വെക്കാം. അപ്പൊ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും. അപ്പൊ നമ്മുടെ കറി റെഡി ആവും കേട്ടാ. പുട്ട് ഞാന് ഇനി ഉണ്ടാക്കണില്ല കേട്ടോ, ഇനി കുറച്ചായിട്ട് ഉണ്ടാക്കണുള്ളൂ. 4 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതായത് നല്ല ചൂടോടെ തന്നെ കഴിക്കാമല്ലോ. അപ്പൊ നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിക്കാണ് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ചിരട്ടപ്പുട്ട് 2 ഗ്ലാസ് അരിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് 6 പുട്ടാണ് ഇട്ട് ഉണ്ടാക്കാൻ പറ്റുക. 4 എണ്ണം ഉണ്ടാക്കി, ഇനി 2 എണ്ണം കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പൊ ഞാനത് കുറച്ച് കണ്ട് ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞോളൂ. ഇനി അപ്പൊ നമ്മുടെ കടലയാണെങ്കിൽ ഇത് അവിടെ തിളച്ച് എണ്ണയ്ക്ക് ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടാ. ഈ ഒരു സമയത്ത് നമ്മൾ ഇനി കറി റെഡി ആയിട്ടാ. ഈ സമയത്ത് നമുക്ക് ഇനി ഉപ്പ് അങ്ങ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ കടലക്കറി റെഡി ആയി കണ്ട അതേപോലെ ഒരു അളവിലാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടാ. അപ്പൊ നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ട് പിടിച്ചിട്ട് തരട്ടെ. കണ്ട അളവിലാണ് നമ്മുടെ പുട്ടൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു അളവ് നല്ലതാട്ടാ കറിക്ക്. കാണുമ്പോ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി. ഈ മഴയത്തില്ലേ ശരിക്കില്ലേ ഈ പുട്ടും കടലയും അതിൻ്റെ കൂടെ ഈ കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാ. ഞാൻ പിടിക്കാം. അത്ര രസമാണ് കറീനെ കഴിച്ചപ്പോ പറഞ്ഞാ നല്ല രുചിയില അത് അറിയുന്നത്. അടിപൊളിയാ. സൂപ്പറല്ലേ കറി? ഇത് ഭയങ്കര രസമാണ് കറി. ഈ കടലക്കറി എല്ലാവരും അപ്പൊ ഒന്ന് വെച്ച് നോക്കിയോളോ, അത്ര രസമായിട്ടുള്ളത്. നിർത്തല്ലേ അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ